ദാമ്പത്യം, രചനാവതരണം മിത്രവിന്ദ. അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ദേവച്ചനും ഭദ്രമ്മയുമൊക്കെ ഏറെ കാത്തിരുന്ന കുഞ്ഞുമോന്റെ ചോറൂണ് ദിവസം വന്നെത്തി. അതിരാവിലെ തന്നെ ഭദ്ര കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങി വന്നപ്പോഴാണ് കുഞ്ഞമ്മവും അച്ഛനും ഉണർന്നത്. ഭദ്ര വാവയെ കൈകളിലേക്ക് വാരിയെടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി. അമ്മയുടെ പൊന്നൂസ് ഇന്ന് വയറ് നിറച്ചു മാമുണ്ണുല്ലോ. പിന്നെ നല്ലോണം കഴിച്ച് വയറ് നിറഞ്ഞ് ഏമ്പക്കവും ഇട്ടിട്ടേ എന്റെ കുഞ്ഞെഴുന്നേൽക്കത്തുള്ളൂ. ഒന്ന് പോടി അവിടുന്ന് മിണ്ടാതെ. മാരാർ ഭദ്രയെ നോക്കി കണ്ണുരുട്ടി. ദേവേട്ട, പെട്ടെന്ന് കുളിച്ച് വിളക്ക് കൊളുത്തണേ, നമുക്കിത്തിരി നേരത്തെ ഇറങ്ങേണ്ടതാണ്, ഭദ്ര ഓർമ്മിപ്പിച്ചു. അവൾ പറയുന്നത് കേട്ട് മാരാർ അപ്പോൾ തന്നെ കുളിക്കാനായി പോയി. ബീനച്ചേച്ചി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡലിയും സാമ്പാറുമായിരുന്നു. ഭദ്ര വേഗം പോയി കഴിച്ചു. തൊട്ടടുത്താണ് ക്ഷേത്രമെങ്കിലും ആകാശത്ത് ചെറിയൊരു മഴക്കോൾ കണ്ടതുകൊണ്ട് നേരത്തെ തന്നെ ഇറക്കാമെന്നാണ് ബീനയും ഭദ്രയും ഒക്കെ പറഞ്ഞത്. രാവിലെ തന്നെ സരസ്വതിയമ്മയും അശ്വിനും മികയും എല്ലാം എത്തിച്ചേർന്നു. അവരുടെ കൂടെ ജലജ ചേച്ചിയുമുണ്ട്. എല്ലാവരും നല്ല പോലെ അണിഞ്ഞൊരുങ്ങി സുന്ദരിമാരായി നിൽക്കുകയാണ്. ഭദ്ര സെറ്റ് സാരിയൊക്കെ ഉടുത്തപ്പോ അതീവ സുന്ദരിയായിരുന്നു. എന്നാൽ എല്ലാരെയും അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞമ്മൂന്റെ ഡ്രസ്സായിരുന്നു. മാരാർ ഭദ്രയെപ്പോലും കാണിക്കാതെ അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ്. കുഞ്ഞമ്മൂനെ കുളിപ്പിച്ചു കൊണ്ടുവന്ന ശേഷമാണ് അവൻ ആ കുഞ്ഞുടുപ്പെടുത്ത് നൽകിയത്. അത് കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അത്രയ്ക്ക് ഭംഗിയുള്ള വേഷമായിരുന്നു അത്. പുതിയ കുപ്പായമൊക്കെ ഇട്ടപ്പോ കുഞ്ഞമ്മൂനും ആകെ കൂടി ഒരു ഗമ. ദേവച്ചന്റെ കയ്യിലിരുന്നാൽ മാത്രം മതി ആൾക്ക്. ഭദ്ര ഇത്തിരി പാല് കുടിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചുവെങ്കിലും കുഞ്ഞമ്മു വഴങ്ങിയില്ല. മാരാരുടെ കയ്യിൽ നിന്നും അവളെ ഒന്ന് എടുക്കാൻ അശ്വിനും മികയും സരസ്വതി അമ്മയുമൊക്കെ കുറേ പണിപ്പെട്ടു നോക്കി. പക്ഷേ മറ്റാരുടെ കയ്യിലേക്ക് പോകാനും കൂട്ടാക്കാതെ കുഞ്ഞമ്മു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞിനെ കരയിക്കേണ്ട മോനെ, സരസ്വതിയമ്മ പറഞ്ഞതും അശ്വിൻ കവളൊക്കെ വീർപ്പിച്ച് പിടിച്ച് കുഞ്ഞമ്മൂനോട് പിണക്കം നടിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് അമ്പലത്തിലെത്തിയപ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. നേരത്തെ തന്നെ എല്ലാം ഏർപ്പാടാക്കിയിരുന്നതുകൊണ്ട് തിരുമേനി തൂശനിലയിൽ ഇത്തിരി ചോറും പരിപ്പും നെയ്യും ഉപ്പുമൊക്കെ കൊണ്ടുവച്ചു. ദേവച്ചന്റെ മടിയിലിരുന്നാണ് കുഞ്ഞമ്മു ആദ്യമായിട്ട് മാമ ഉണ്ടത്. ദേവൻ വായിൽ വെച്ച് കൊടുത്തത് മാത്രം ആ കുറുമി നുണഞ്ഞു കഴിച്ചു. എന്നാൽ ബാക്കിയുള്ളവർ കൊടുക്കാൻ നോക്കിയപ്പോൾ ആള് വീണ്ടും ഉച്ചത്തിൽ കരച്ചിൽ തുടങ്ങി. അവിടെ ദേവകി ചേച്ചിയും ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും ഇത്തിരി ഇത്തിരി ചോറെടുത്ത് കുഞ്ഞിന്റെ നാവിൽ തൊട്ട് കൊടുത്തു. സന്തോഷം കൊണ്ട് ഭദ്രയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവളുടെ മുഖമൊന്ന് വാടിയത് കണ്ട് മാരാർ അരിയിലേക്ക് ചേർന്നു നിന്നു. എന്താടി, എന്തുപറ്റി? അവൻ പതുക്കെ ചോദിച്ചു. ഒന്നുമില്ല, അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് ഒഴിഞ്ഞു മാറി. കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാല് അവൾ അവിടെ വെച്ച് കരഞ്ഞ് സീനാക്കുമെന്ന് കരുതി അവൻ പിന്നെ ഒന്നും ചോദിക്കാനും പോയില്ല. ശ്രീകോവിലിന് മുൻപിൽ കുഞ്ഞമ്മൂനെ തൊഴുവിച്ച് തിരുമേനിക്ക് ദക്ഷിണയൊക്കെ നൽകി ഏറെ നേരം അമ്പലത്തിൽ പ്രദക്ഷിണവും വെച്ച ശേഷമാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. മാരാരുടെ കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കണ്ടാൽ അത് അവന്റെ ചോരയിൽ പിറന്ന കുഞ്ഞല്ലെന്ന് ഈ ലോകത്ത് ആരും പറയില്ലായിരുന്നു. അത്രമേൽ ജീവനായിരുന്നു അവന് തന്റെ കുഞ്ഞമ്മൂനെ. ദേവനിനി സ്വന്തം ചോരയില് എത്ര മക്കൾ പിറന്നാലും ശരി, ഈ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ ഒരു തരിമ്പ് പോലും കുറവുണ്ടാകില്ല. അശ്വിൻ മനസ്സിലോർത്തു. എല്ലാവരും തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 11:30 കഴിഞ്ഞു. ടൗണിലെ പ്രശസ്തമായൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മാരാർ നേരത്തെ തന്നെ നല്ല നാടൻ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് ഏറെ നേരം സംസാരിച്ചിരുന്നു. വൈകുന്നേരത്തോടെയാണ് സരസ്വതിയമ്മയും കൂട്ടരും വീട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടയിൽ മാരാരൊരു ഫോട്ടോഷൂട്ടും ഏർപ്പാടാക്കിയിരുന്നു. കുഞ്ഞമ്മൂന്റെ പലതരത്തിലുള്ള ഭംഗിയുള്ള പോസുകളിലുള്ള ചിത്രങ്ങൾ അവർ ക്യാമറയിൽ പകർത്തി. അങ്ങനെ വീണ്ടും സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. മാരാരും ഭദ്രയും പരസ്പരം മത്സരിച്ച് പ്രണയിക്കുകയായിരുന്നു. ഓരോ രാവും അവർക്കായി വിരുന്നൊരുക്കിയപ്പോൾ അതിർവരമ്പുകളില്ലാത്ത അവരുടെ പ്രണയ കേളികൾ പെയ്തൊഴിയാത്തൊരു പ്രണയമഴയായി ആഞ്ഞു പെയ്തുകൊണ്ടേയിരുന്നു. കുഞ്ഞമ്മൂന്റെ ചോറൂണുകൂടി കഴിഞ്ഞതോടെ
ഭദ്ര വീണ്ടും പതിവ് പോലെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. രാവിലെ മാരാരൊന്നിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മടങ്ങിയെത്തുമ്പോൾ ഏകദേശം 3 മണിയൊക്കെയാകും. ചില ദിവസങ്ങളിൽ അമ്മയില്ലാതെ കുഞ്ഞമ്മു ഭയങ്കര വാശിയായിരിക്കും. അങ്ങനെയുള്ളപ്പോഴൊക്കെ ബീന ചേച്ചി ഭദ്രയെ ഫോണിൽ വിളിച്ചു പറയും. അതുകൊണ്ട് 1-2 വട്ടം ഭദ്ര തനിയെ വണ്ടി ഓടിച്ച് നേരത്തെ തന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തു. ഇതിനിടയിൽ മാരാർ കോടതിയും കേസുമൊക്കെയായി വലിയ തിരക്കുകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയപ്പോൾ ഹോസ്പിറ്റലിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്തേണ്ട ചുമതല ഭദ്രയ്ക്ക് മാത്രമായി. ഇതിനോടിടയ്ക്ക് ഒരു ദിവസം സുഖുവേട്ടൻ പറഞ്ഞാണ് അർജുൻ ട്രീറ്റ്മെന്റിനായി ഒരു ആയുർവേദ സെന്ററിലേക്ക് പോയിരിക്കുന്നു എന്ന വിവരം മാരാർ അറിഞ്ഞത്. ആദ്യമൊന്നും മാധവനും ഉമ്മയൊക്കെ സമ്മതിച്ചില്ലെന്നും, എന്നാൽ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളൊക്കെ ചേർന്ന് സംസാരിച്ചവരെ ഒരു തീരുമാനം എടുപ്പിക്കുകയായിരുന്നുവെന്നും അതിൻ പ്രകാരമാണ് അർജുനും അവന്റെ ഒപ്പമുള്ള പെൺകുട്ടിയും ചേർന്ന് ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയ കാര്യം അറിഞ്ഞത്. എല്ലാത്തിനും മറുപടിയായിട്ട് അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഭദ്ര വന്നതോടെ ആ ഫോൺ സംഭാഷണം മാരാർ അവസാനിപ്പിക്കുകയും ചെയ്തു. അന്നും പതിവ് പോലെ ഭദ്ര ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോൾ മാരാർ അവളോട് 11 മണിയാകുമ്പോൾ അവൻ ഹോസ്പിറ്റലിൽ എത്തുമെന്നും ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്നും പറഞ്ഞു. എവിടേക്കാ ദേവേട്ടാ? സാരിയുടെ പ്ലേറ്റ് എടുത്ത് അടുക്കി കുത്തുന്നതിനിടയിൽ അവൾ മാരാരോട് ചോദിച്ചു. ഒരാളെ കാണുവാൻ വേണ്ടിയാണ് എന്ന് മാത്രമായിരുന്നു അവൻ പറഞ്ഞത്. ആരെയാ? അത് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നീ അറിഞ്ഞാ മതി. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. പ്ലീസ് ഏട്ടാ, ഒന്ന് പറയൂ, നീ ആരാ? അവളവന്റെ പിന്നാലെ നടന്ന് കെഞ്ചി. എടി, ആ ആൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭദ്രലക്ഷ്മി നേരിട്ട് കാണുമ്പോൾ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഇപ്പോൾ നിനക്കൊരു സൂചന പോലും തരാൻ പാടില്ലെന്ന് പുള്ളിക്കാരനോട് ഞാൻ പ്രോമിസ് ചെയ്തു പോയതാ. ഇനിയിപ്പം ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും ഇപ്പൊ സമയം 8:30 ഏകദേശം ഒരു 2.5 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നിനക്ക് ആളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഭദ്ര എത്രയൊക്കെ നിർബന്ധിച്ച് ചോദിച്ചിട്ടും മാരാരൊന്നും വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ആകാംക്ഷ അടക്കിപ്പിടിച്ച് അവൾ അവനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി. കുഞ്ഞമ്മൂന് നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അച്ഛനും അമ്മയും വണ്ടി കയറിയത്. അന്ന് രാവിലെ 10 മണിക്ക് ഭദ്ര ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരെ ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ ആ മീറ്റിംഗ് നീണ്ടു നിന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ തങ്ങളെ കാത്തിരിക്കുന്ന ആ പ്രത്യേക അതിഥിയുടെ അടുത്തേക്ക് പോകാനായി അവൾ മാരാർക്കൊപ്പം ഇറങ്ങി. ഈ ദേവേട്ടൻ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഒന്ന് പറഞ്ഞൂടെ? എന്തൊരു സ്വഭാവമായത്? ഭദ്ര ദേഷ്യത്തോടെ മാരാരെ നോക്കി പിറുപിറുത്തു. യാതൊരു കൂസലുമില്ലാതെ സ്റ്റിയറിംഗിൽ താളവും പിടിച്ചുകൊണ്ട് മാരാർ വളരെ കൂളായി വണ്ടി ഓടിക്കുകയാണ്. ടൗണിലേക്ക് ഇറങ്ങിയതും ഭദ്ര വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഒരു 2 മിനിറ്റ്. മാരാർ പറഞ്ഞത് കേട്ട് ഭദ്ര അവനെ ഉറ്റുനോക്കി. അപ്പോഴേക്കും മാരാരുടെ വണ്ടി ഒരു കാർ ഷോറൂമിലേക്ക് തിരിഞ്ഞിരുന്നു. ഇതെന്താ ദേവേട്ട ഇവിടെ? എന്താ കാര്യം? ഭദ്ര നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. ഒരു കുഞ്ഞു സർപ്രൈസ്, ഇറങ്ങി വാടി. ഈണത്തിൽ വിളിച്ചുകൊണ്ട് മാരാർ അവളെ നോക്കി കണ്ണു ചിമ്മി. ദേവേട്ട, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന് പറയുന്നോട്. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ല, നീ ഇറങ്ങി വന്നേ. അവൻ ഭദ്രയെ ചേർത്ത് പിടിച്ച് ഷോറൂമിന്റെ ഉള്ളിലേക്ക് നടന്നു. അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാതെ ഭദ്ര ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഓഫീസിൽ ചെന്ന ശേഷം കുറച്ച് പേപ്പറൊക്കെ സൈൻ ചെയ്യണമായിരുന്നു. മാരാർ അതൊക്കെ വായിച്ച ശേഷം എല്ലാം സൈൻ ചെയ്തു കൊടുത്തു. സർ, പ്ലീസ് വെൽക്കം. അതിസുന്ദരിയായ ഒരു സെയിൽസ് ഗേൾ പുഞ്ചിരിയോടെ വന്ന് അവരെ സ്വീകരിച്ചു. മാരാരും ഭദ്രയും ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു. അവിടെ ഒരു പുത്തൻ കാറ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും ഭദ്രയുടെ ഉള്ളിൽ ചെറിയൊരു വിറയിൽ പടർന്നു. ദേവേട്ട, അവൾ വീണ്ടും അവന്റെ തോളിൽ പിടിച്ചു. മാരാരും ഭദ്രയും ചേർന്നാണ് ആ കാറിന്മേൽ മൂടിയിട്ടിരുന്ന കവർ മാറ്റിയത്. തിളങ്ങുന്ന ഒരു വെള്ള വോൾവോ കാറായിരുന്നു അത്. മാരാർ തന്റെ പ്രിയപ്പെട്ടവൾക്കായി കാത്തുവെച്ച സമ്മാനം. ദേവേട്ട, ഇത്ര വില കൂടിയ വണ്ടിയൊന്നും എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അമ്പരപ്പ് വിട്ടുമാറാതെ ഭദ്ര അവനെ നോക്കി പറഞ്ഞു. എടി, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ MDയുടെ ഭാര്യയാണ് നീ. നിനക്ക് കുറഞ്ഞത് ഒരു വോൾവോ കാറെങ്കിലും വേണ്ടേ പെണ്ണെ? മാരാർ ചിരിയോട് ചോദിച്ചു. കുഞ്ഞമ്മ കൂടി വരേണ്ടതായിരുന്നു. ഭദ്ര ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി. കുഞ്ഞമ്മൂനെ കൂട്ടി നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. ഇതിപ്പോ നമുക്ക് 2 ആൾക്കും ചേർന്ന് കുറച്ച് ഗോൾഡൻ മൊമെന്റ്സ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയാ. പറഞ്ഞുകൊണ്ട് മാരാർ
വണ്ടിയുടെ താക്കോല് ഭദ്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ ഓടിക്കാനോ ദേവേട്ട? അവൾ ഞെട്ടി. പിന്നല്ലാണ്ട്, നിന്റെ വണ്ടി നീയല്ലാതെ മറ്റാരാ ഓടിക്കുക? അയ്യോ, അത് വേണ്ട ദേവേട്ട, എനിക്ക് പേടിയാ. ഭദ്ര ഒഴിഞ്ഞു മാറാൻ നോക്കി. പിന്നെ നീ എന്തിനാ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് എടുത്തത്? എന്നാലും വേണ്ട ദേവേട്ട, ഇത്രയും വലിയൊരു വണ്ടി ആദ്യമായിട്ട് ഓടിക്കാനുള്ള ചങ്കുറ്റമൊന്നും എനിക്കില്ല. നിനക്ക് ചങ്കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം ഇതങ്ങ് പിടിക്ക്. മാരാർ നിർബന്ധിച്ച് താക്കോൽ അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. ഇനി ഇത് തിരിച്ച് എന്റെ കയ്യിലേക്ക് തരരുത്. വണ്ടി എടുക്കാൻ നോക്കുവെണ്ണേ. മനസ്സില്ലാ മനസ്സോടെയാണ് ഭദ്ര വണ്ടിയിലേക്ക് കയറിയിരുന്നത്. പേടികൊണ്ട് അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കുമോ എന്ന ഭയം ഉള്ളിലുണ്ടെങ്കിലും മാരാർ നൽകിയ ധൈര്യത്തിൽ അവൾ സ്റ്റിയറിങ്ങിൽ പിടിച്ചു. അവൾക്ക് പൂർണ്ണ പിന്തുണയുമായി മാരാർ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അങ്ങനെ തങ്ങളുടെ പുതിയ വോൾവോ കാറിൽ മാരാരും ഭദ്രയും കോവിലകത്തേക്ക് തിരിച്ചു. മാരാർ നേരത്തെ തന്നെ ഏർപ്പാടാക്കി വെച്ചിരുന്നതുകൊണ്ട് അവൻ വന്ന വണ്ടി ഡ്രൈവർ വന്ന് പിന്നാലെ എടുത്തുകൊണ്ടുപോയി. അവിടെ കോവിലകത്തിന്റെ ഉമ്മറത്ത് ബീനേച്ചിയും ദേവകി ചേച്ചിയും കുഞ്ഞുമൂനെയും കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഈ വണ്ടി പരിചയമില്ലാത്തതാണല്ലോ എന്ന് ദേവകി ചേച്ചി പറയുകയാണ്. ആരാണെന്ന് നോക്കിയിട്ടേ ഗേറ്റ് തുറന്നു കൊടുത്താൽ മതി. ബീന പറഞ്ഞതും ദേവകി താക്കോലുമായിട്ട് പടിപ്പുരയുടെ അടുത്തേക്ക് നടന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഭദ്ര ഇരിക്കുന്നത് കണ്ടതും ദേവകിയുടെ മിഴികൾ വിടർന്നു. ബീനെ, ഭദ്രമോളും ദേവം കുഞ്ഞുമാണ് നീ. പിള്ളേര് പുതിയ വണ്ടി എടുത്തോ? ബീനയും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വന്നു. ഭദ്ര വണ്ടി ഓടിച്ചകത്തേക്ക് കയറ്റി. നമ്മുടെ വണ്ടിയാണോ മക്കളെ? മാരാർ കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ദേവകി ചോദിച്ചു. അതെ ചേച്ചി, ഇത് ഭദ്രയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത കാറാണ്. ചേച്ചിക്ക് ഇഷ്ടായോ? പിന്നെ സൂപ്പർ വണ്ടി, പളപളാന്ന് മിന്നുന്നു. അവർ വണ്ടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ബീന ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോഴേക്കും മാരാർ ഭാവി എൻ്റെ കൈകളിലേക്ക് മേടിച്ചുകൊണ്ട് കുഞ്ഞമ്മൂനെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി. എങ്ങോട്ടോ യാത്ര പോകാനാണെന്ന് കരുതി കുഞ്ഞമ്മു കുടഞ്ഞിട്ടങ്ങ് ചിരിക്കാനും തുടങ്ങി. എടാ, നമുക്ക് വൈകുന്നേരം ടാറ്റ പോകാം. ഇപ്പൊ എൻ്റെ ഭാവി ഇങ്ങോട്ട് ഇറങ്ങിക്കേ. മാരാർ പഠിച്ച പണി 18 നോക്കിയിട്ടും കുഞ്ഞമ്മു കാറിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയില്ല. സാധാരണയായി ഭദ്രയുടെ തലവെട്ടം കണ്ടാൽ അമ്മിഞ്ഞപ്പാലിനായി വാശി പിടിക്കുന്ന കുഞ്ഞമ്മു ഇന്നമ്മയെ മൈൻഡ് ചെയ്യുക പോലുമില്ല. പെണ്ണിന് ദേവച്ചനോടൊപ്പം വണ്ടിയിൽ യാത്ര പോയാൽ മാത്രം മതി. ഒടുവിൽ കുഞ്ഞമ്മൂനെയും കൂട്ടി ഒരു റൗണ്ട് ചുറ്റിയിട്ട് വരാൻ തന്നെ മാരാരും ഭദ്രയും തീരുമാനിച്ചു. ചേച്ചി, ആ മെയിൻ ഡോറൊക്കെ പൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര്. നമുക്കെല്ലാവർക്കും കൂടി വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. മാരാർ ബീന ചേച്ചിയോട് പറഞ്ഞു. അയ്യോ മോനെ, ഈ വേഷത്തിലോ? താനിട്ടിരുന്ന നൈറ്റിലേക്ക് നോക്കി ബീന മടിച്ചു നിന്നു. അതിന് നമ്മളെങ്ങും ഇറങ്ങുന്നില്ലല്ലോ ചേച്ചി. ചുമ്മാ വണ്ടിയിലിരുന്ന് ഇത്തിരി നേരം ഒന്ന് റൗണ്ട് അടിക്കാം, വാന്നേ. അങ്ങനെ എല്ലാവരും കൂടി വണ്ടിയിൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇത്തവണയും ഭദ്ര തന്നെയാണ് വണ്ടി ഓടിച്ചത്. യാതൊരു പരിഭ്രമവുമില്ലാതെ വളരെ ഈസിയായിട്ട് അവൾ വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ മാരാരുടെ ഉള്ളിൽ വലിയൊരു അഭിമാനം തോന്നി. മോളെ, നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചുല്ലേ? വീണ ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ആ യാത്രക്കിടയിലാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും ഒട്ടും പ്രതീക്ഷിക്കാത്തതുമായ ആ സംഭവമുണ്ടായത്. തുടരും. എന്താണ് സംഭവമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കഥ ഇഷ്ടമായെങ്കിൽ ദേവി ഇത് സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.